അർഹമന്നാസ്, എല്ലാവരോടും ഭയങ്കര കരുണയാണ് തങ്ങൾക്ക് മനസ്സിൽ. എല്ലാവരോടും വലിയ കരുണയാണ് തങ്ങൾക്ക്. കുട്ടികളോട്, അനാഥകളോട്, ജോലി ചെയ്യുന്നവരോട്. പിന്നെ ഇപ്പോൾ തങ്ങളുടെ ഒരു കരുണ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ പഠിക്കണം. എല്ലാവരും സഹായിക്കുക, സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതല്ല കരുണൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ടത്. അവരവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു സ്വഹാബി കച്ചവടം നടത്തിയിട്ട് ബിസിനസ് പൊട്ടിച്ചാമ്പലായി. അന്ന് ഗൾഫില്ലാത്തതുകൊണ്ട് ഗൾഫിലേക്ക് മുങ്ങൽ നടക്കൂല. ആ സ്വഹാബി ആകെ ഭയങ്കര മാനസിക പ്രയാസമായി. അപ്പോൾ ആ സ്വഹാബിനെ വിളിച്ചിട്ട് എന്താ തങ്ങൾ പറഞ്ഞത്? തസദ്ദഖു അലൈഹി, എല്ലാവരും ആ സ്വഭാവത്തിന് നിങ്ങൾ സ്വതക്കെ കൊടുക്കാൻ പറ്റുന്നൊക്കെ കൊടുക്ക്, എന്നിട്ട് ആ കടം വിടട്ടെ. കണ്ടോ, അത് ആ സ്വഹാബിക്കുള്ള ഇടപെടലാണ്. ഇനി വേറൊരു സ്വഹാബി തങ്ങളെ പള്ളീൻ്റെ അടുത്ത് വന്നിട്ട് യാചന നടത്തി. സ്വതക്ക ചെയ്യാൻ പറഞ്ഞല്ലേ, അപ്പോൾ തങ്ങളെല്ലാവരോടും സ്വതക്ക ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ സ്വഹാബിനെ വിളിച്ച് തങ്ങൾ ഇങ്ങോട്ടോ, വീട്ടിലെന്താ ഉള്ളത്? വീട്ടിലെന്തുണ്ടോ? ഒന്നുമില്ല. വീട്ടിലൊരു തോൽപാത്രമുണ്ട്, പിന്നെ ഒരു പുതപ്പുണ്ട്, രണ്ടും എടുത്തിട്ട് വന്നു. രണ്ടും എടുത്തിട്ട് വന്നിട്ട് തങ്ങൾ പിടിച്ചിട്ട് ഇതാരാ വിലക്ക് വാങ്ങാം? അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, ഒരു ദിർഹം ഒന്നും പോരാ, ബാർഗിൻ ചെയ്യാന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹദീസ്. പോരാ, ഒരു ദിർഹം തന്നെയാ. അപ്പോൾ സ്വഹാബി 2 ദിർഹം, വേറൊരാൾ ഒന്ന് വാ 2 ദിർഹം. ഇനി കേട്ടോളൂ, ഇസ്ലാമിൻ്റെ ഒരു ഇടപെടൽ കേട്ടോളൂ, എന്തൊരു രസമാണെന്ന് പറയാം. ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാലും മെച്ചമെന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആളാണ് ഇസ്ലാമിനെ പഠിക്കുന്നെങ്കിൽ എങ്കിലും ഈ മതം സ്വീകരിക്കണം, അറിയണമെന്ന് തോന്നും. ഇസ്ലാമിൻ്റെ അകത്തളത്തിലുള്ളവരാണ് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുന്നതെങ്കിൽ ഇസ്ലാമായിട്ടൊരു മനുഷ്യനാണെങ്കിൽ ഒരു മൊത്തം കൊടുക്കണതിനും തോന്നിപ്പോവും. അത്രയും സൗന്ദര്യമാണ് നമ്മളെ മതം. പക്ഷെ നമ്മൾ പഠിക്കില്ല എന്നുള്ളതാണ് നമ്മളെ മെയിൻ ക്രെഡിറ്റ്. നമ്മൾ പഠിക്കില്ല ആണ് സംഭവം. ആ സ്വഹാബിനെ വിളിച്ചിട്ട് ഈ 2 ദിർഹം കൊടുക്കുമ്പോൾ തങ്ങൾ പറയുന്നൊരു വർത്താനുണ്ട്. എന്താ വർത്താനം എന്ന് പറയാം? 1 ദിർഹമിന് ഫുഡ് വാങ്ങാം, മോനും കുടുംബവും കഴിക്കാം. 1 ദിർഹമിന് ഒരു കോടാലി വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളൂ. അങ്ങനെ ഫുഡ് വാങ്ങി കുടുംബത്തിന് ഓറും കഴിച്ച് ഒരു കോടാലി വാങ്ങി. തങ്ങൾ ഒരു മരക്കഷ്ണം എടുത്തിട്ട് ചെത്തി മെനുക്കിയിട്ട് പിടി ആക്കിയിട്ട് തങ്ങൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. സൊഹൈൽ ബുഖാരി ദർസ് മാത്രമല്ല, അഡ്നോക്കിൽ ജോലിയും കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ വർത്താനം എന്താണെന്നറിയാം? എന്താ വർത്താനം പറയാം? ഒരു 10-15 ദിവസത്തേക്ക് ഈ ബാത്ത് കണ്ടുകൊണ്ടാവും, പോയിട്ട് അധ്വാനിച്ചിട്ട് പോകാം. 15 ദിവസം കഴിയുമ്പോൾ ഈ സ്വഹാബിൻ്റെ അടുത്ത് 15 ദിർഹമുണ്ട് സ്വന്തം സമ്പാദിച്ച്. തങ്ങൾ പറഞ്ഞു, ഇതല്ലേ മോനെ ആളം വിളിക്കുന്നത് അല്ലേ, ഇതല്ലേ അല്ലേ? അപ്പോൾ ഓരോരാൾക്ക് പറ്റിയത് കൊടുക്കുക എന്നുള്ളതാണ് അർഹമന്നാസ്. അതേസമയം ആരെങ്കിലും ഓവറായിട്ട് സ്വതക്ക ചെയ്യുന്ന ആളുണ്ടോ? ഏതെങ്കിലും ഒരു തങ്ങളുടെ ദുആന്റെ തെരുപ്പിലെല്ലാം 5 കോടി 10 കോടി എന്നെല്ലാം ഒറ്റയടിക്ക് തെരുപ്പിൽ പറയുന്നത്, അങ്ങനത്തെ ആളെയും തങ്ങൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അത് കരുണയാണ്, ശരിക്കും ഒരു കരുണയല്ലേ അത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായപ്പോൾ തങ്ങൾ കാണാൻ വേണ്ടി പോയി. തങ്ങൾ ചോദിച്ചു, എന്താ അവസ്ഥ? എന്ത്, എനിക്കാരും ഇല്ലല്ലോ, അനന്തരാവകാശം, ആകെ ഒരാളല്ലേ ഉള്ളൂ. എന്താ പറഞ്ഞു വരുന്നത്? സ്വതക്ക ഫുള്ളായിട്ട് ഞാൻ എൻ്റെ പണം വസിയത്തി നോ അങ്ങനെ ചെയ്യേണ്ട. സേദേ, നമ്മളെ മരണശേഷം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ജുമാഅത്ത് പള്ളിയിൽ ബക്കറ്റ് പിരിവെടുത്തത് ഗതികേട് വരുത്തരുത് എന്നാ പറയാൻ പോകും. അത് ശരിക്കൊരു കരുണയാണ് സംഭവം. ശരിക്കും തങ്ങൾക്ക് അന്ന് അത്രയും ടൈറ്റ് ഉണ്ടല്ലോ അല്ലേ? മതത്തിന്, നമുക്ക് ഇസ്ലാമിക ദൈവത്തിന് വലിയ ടൈറ്റ് ഇല്ലേ? ഉണ്ട്. എന്നാൽ പിന്നെ കിട്ടിയതെല്ലാം പോരട്ടെ എന്ന് പറയോ? ഇല്ല, കിട്ടിയതെല്ലാം പോരട്ടെ എന്ന് പറയൂല. ആ സ്വഹാബിയുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടേ സ്വതക്ക ചെയ്യിപ്പിക്കുള്ളൂ. കാന അർഹമന്നാസ്, നമുക്ക് നല്ല കരുണ ഉണ്ടാകണം എല്ലാവരോടും. എല്ലാവരും നന്നാവണം എന്നുള്ള വിശാല ചിന്ത നമുക്കുണ്ടാകണം. എല്ലാവരും നന്നാവണമെന്ന് ചിന്തിക്കണം. അതെത്ര വലിയ ശത്രുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ വേറൊരു പാർട്ട് പറയാം. ഹംസ റളിയല്ലാഹുവിനെ കൊന്ന ആൾ വഹ്ശി തങ്ങൾ, ഓർക്ക് അതിനെ ഏൽപ്പിച്ച ആൾ ഹിന്ദ് എന്നോർ. ആ ഹംസ തങ്ങൾ
ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ചാട്ടൂളി എങ്ങനെ എറിയണമെന്ന് പരിശീലനം കൊടുത്ത ആൾ ഖാലിദുൻ വലീദ് എന്നോർ. ഈ 3 ആൾ മുത്തുനബീൻ്റെ ഇടപെടലുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. അതെന്നെ മതിയില്ലേ. കാന അർഹമന്നാസ്. ഫുലാലത്ത് ബിൻ ഉബൈദ്, ഫുലാലത്ത് എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ശത്രു. അതങ്ങോട്ട് അൽബിദായത്ത് വന്യഹായിൽ കാണാം. ഭയങ്കര ശത്രു എന്ന് പറഞ്ഞാൽ അയാൾക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ തങ്ങൾ കൊല്ലപ്പെടണമെന്ന് ഭയങ്കര ശത്രു. വേണമെങ്കിൽ നമുക്ക് ഹി വാസ് മോർട്ടൽ എനിമി എന്ന് വിളിക്കാം. കഠിന ശത്രു. മക്കം ഫത്തഹിൻ്റെ അന്ന് ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിൻ്റെ ഇടയിൽ നിന്ന് കൊല്ലണം എന്ന് അയാളുടെ ഒരു വാശി നോക്കി നിങ്ങൾ. അയാൾ എന്നിട്ട് വിഷത്തിലൂട്ടിയ കത്തി വസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് തങ്ങളുടെ അടുത്തേക്ക് ഏതായാലും പോകൽ പോസിബിൾ അല്ല എന്ന് മൂപ്പർക്ക് ബോധ്യമായി. കാരണം ഇത്രയും വരുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്ത് അനുയായികൾക്കിടയിൽ ഞാനെങ്ങനെ പോകാനാ? ഫുലാലത്ത് എന്താ ചെയ്തെന്നറിയോ? ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഞാൻ മുസ്ലിമാണ്, സ്വഹാബിയാണ് എന്നത് വ്യാജേന കടക്കാമെന്ന അർത്ഥത്തിൽ. അപ്പോൾ സ്വഹാബത്തിനായിരിക്കും സംശയമോ മറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ സ്വഹാബിയാണെന്ന പേരിൽ ചമന്നുകൊണ്ട് അദ്ദേഹം ഇടയിൽ ഇങ്ങനെ കയറി നോക്കണേ. തങ്ങളുടെ അടുത്തെത്തി, കഅബന്റെ അടുത്തെത്തി. ഇനി ഒരൊറ്റ കുത്തിന് തങ്ങൾ കൊല്ലപ്പെടണം. ഇതാണ് മൂപ്പര ചിന്ത. അപ്പുറത്തും ഇപ്പുറത്തും നോക്കി, ആരുമില്ലെന്ന് കൺഫേം ചെയ്തു. ആരുമില്ല. അങ്ങനെ അടുത്തെത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, അന്ത ഫുലാല, നീ ഫുലാലത്തല്ലേന്ന് വെച്ചു. ഞെട്ടി. അതെ, ഞാൻ ഫുലാൽ തന്നെ. നിൻ്റെ മനസ്സെന്തോ മന്ത്രിക്കുന്നുണ്ടല്ലോ, നാവിലെന്തോ. ഇല്ല. എന്താ നാവ്? ഞാൻ അള്ളാഹുവിന് ദിക്റില്ലാണ്. ഫളഹിക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചിരിച്ചു. ദിക്റില്ലെന്ന്. ഫുലാലത്ത് ഇങ്ങോട്ടോ അടുത്ത് വന്നിട്ട് നെഞ്ചിന് തടവി കൊടുത്തു. ഫുലാലത്ത് എന്നവർ പറയാ, ആ നിമിഷത്തിൻ്റെ തൊട്ട് മുമ്പ് വരെ ഈ ലോകത്തെ ഏറ്റവും വെറുപ്പ് തങ്ങളോടായിരുന്നു. ആ തലോടൽ കിട്ടിയ ശേഷം എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തങ്ങൾ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ടോ? കൊല്ലാൻ വേണ്ടി വന്നാക്ക് സ്വഹാബി പോസ്റ്റാണ് കൊടുത്തത്. കാന അർഹമന്നാസ്. അതാണ് തങ്ങളുടെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞത്. റഹ്മത്ത് വേണം നമ്മൾക്കൊക്കെ ശരിക്കും റഹ്മത്തുണ്ടോ വീട്ടിൽ? കുട്ടികളോട്, മക്കളോട്. നബി തങ്ങളുടെ മടിയിൽ 6 കുട്ടികൾ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും സ്വന്തം മക്കളല്ല, ഒരാളും സ്വന്തം മക്കളല്ല. കുട്ടികളെ അടിക്കൂല എന്ന് മാത്രമല്ല, തങ്ങൾ 63 വയസ്സിൻ്റെ ഇടയിൽ ഒരു കുട്ടീനെയും തങ്ങൾ അടിക്കൂല. അടിച്ചിട്ടുമില്ല, ഒരാളെ അടിച്ചിട്ടില്ല, അടിക്കുകയും ചെയ്യില്ല തങ്ങൾ. നമ്മളെ കുട്ടികളോട് എന്താ പറയൽ? വയസ്സ് 10 കൊല്ലായി കാത്തുക്കുന്നു വടിയെടുക്കാൻ. മാ ലറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅതൻ ഖത്തു. ഒരു ഭാര്യനെയും തങ്ങൾ അടിച്ചിട്ടില്ല. എന്നെങ്കിലും ഒരു തവണ നമ്മൾ ഭാര്യനെ അടിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി. ഇനി മദീനയിൽ 100 കൊല്ലം താമസിച്ചാലും അത് കിട്ടൂല. കാന അർഹമന്നാസ്. കണ്ടോ? അങ്ങനെയാണ്. ഒരു ഫാരിസിക്കാരൻ അത്യാവശ്യം ഫുഡ് പാചകം ചെയ്യാൻ അറിയുന്ന ആളാണ്. മൂപ്പര് നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു. നബിയെ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ച്, ആയിഷുവിനെ കൂട്ടണമെന്ന് ചോദിച്ചു. ആയിഷു എന്നാണ് വിളിക്കല്, സ്നേഹം കൊണ്ടേ. അപ്പോൾ പേർഷ്യക്കാരനായ അദ്ദേഹം പറഞ്ഞു, ഇല്ല വേണ്ട. ആയിഷ ബീവിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല കേട്ടോ, തങ്ങൾക്കൊന്ന് റാഹത്തിൽ ഫുഡ് കഴിച്ചോട്ടെ. കുറേ ആൾ വരുമ്പോൾ അങ്ങനെ ചെറിയൊരു സൽക്കാരേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ ആ മൂപ്പര് അതിനെ താല്പര്യപ്പെട്ടതെന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങളോടുകൂടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പോയിട്ടില്ല. രണ്ടാമതായാലും, അല്ല നബി തങ്ങളല്ലേ നമുക്ക് കാത്തുക്കുന്ന അവിടെ വരി, ആയിഷുവിനെ കൂട്ടണമെന്ന് രണ്ടാമതും ചോദിച്ചു. വേണ്ട. അങ്ങനെ മൂപ്പര് മുമ്പിൽ നടന്നു, തങ്ങളെ കാണുന്നില്ലല്ല. മൂന്നാമതും പോയിട്ട് തങ്ങളോട് വിളിച്ച്, നബിയെ നമ്മൾ തങ്ങളല്ലേ വിളിച്ചേക്കണത്, തങ്ങളെന്താ വരാത്തത്? അപ്പോൾ തങ്ങൾ വെച്ച്, ആയിഷുവിനെ കൂട്ടണ്ട. എന്നാ കൂട്ടിക്കൊന്നോ. അപ്പോൾ തങ്ങൾ ആയിഷ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെല്ലാം ആരുണ്ടായാലും ലോകത്ത്
എല്ലാ യാത്രയിലും തങ്ങൾ ഉഖരിയ ബൈനഹുന്ന ആയിഷ, ഹഫ്സ, സൗദ, മൈമൂന, റംല എന്നിട്ട് നെറുക്കിടും. ഒരാൾ കിട്ടിയാൽ വാ അടുത്ത 23-ാം തീയതി ഒരു യാത്ര ഉണ്ട്, വന്നോളി. നല്ല യാത്രയിൽ ഭാര്യനെ കൂടെ കൂട്ടൽ സുന്നത്തും കൂടിയാണ്. നല്ല യാത്രയിൽ ഭാര്യനെ കൂടെ കൂട്ടൽ സുന്നത്താണ്. ശരി, നിങ്ങൾ ചിലരെന്നെ തുറച്ചു നോക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് സൗകര്യമുണ്ട്, അല്ലെങ്കിലേ ഉസ്താദിൻ്റെ വയൽ കേട്ടിട്ട് എന്നതാണ് അതിൻ്റെ ബാക്കി യഥാർത്ഥം. ശരിക്ക് സഫിയ ബീവി ഒരിക്കൽ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടകം സ്ലോ ആയതിൻ്റെ പേരിൽ, സഫിയ ബീവി കയറി ഒട്ടകം സ്ലോ ആയതിൻ്റെ പേരിൽ കുറച്ച് കരഞ്ഞു. ഈ പെണ്ണുങ്ങൾക്ക് ഒരു കമ്പാരിസൺ കൂടുതലായിരിക്കും. അവരുടേത് എന്തെങ്കിലും കുറവുണ്ട് എന്ന് അവർക്ക് സ്വന്തം ഫീൽ ചെയ്താൽ വേഗം കരച്ചിൽ വരും. അപ്പോൾ സഫിയ ബീവിൻ്റെ അടുത്ത് പോയിട്ട് തങ്ങൾ വെച്ച്, സഫിയ എന്തിനാ കരയണ മോളെ എന്ന് വെച്ചിട്ട് കണ്ണീര് ഇങ്ങനെ തുടച്ചു കൊടുക്കും. ഭാര്യൻ്റെ കണ്ണീരൊടുക്കുന്ന ലോകരാജാവിൻ്റെ ഒരു ചിത്രം ആലോചിച്ച് നോക്കി. പിന്നെയും കരച്ചിൽ ഇങ്ങനെ വരുമ്പോൾ തങ്ങളെ റിദാവ് തട്ടെടുത്തിട്ട് തുടച്ചു കൊടുത്തു. കണ്ടോ, കൂടെ കൂട്ടും. നമ്മളെ ഭാര്യനായിട്ട് നമ്മളിങ്ങനെ കൂടെ കൂട്ടി ചോളാറ്റം നാദാപുരത്തുമ്പോൾ ഛർദിക്കാൻ കൂട്ടും എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? സൈക്ക് മോളെ അൻസമാൻ്റെ വയൽ കേട്ടിട്ടല്ലേ. ചിലതെല്ലാം കണ്ടുപിടിക്കണില്ലെങ്കിൽ കൊണ്ടുപിടിക്കണം എന്നറിയാം. അതാ നമ്മൾ പറയലെന്നെ. ആ ഭാര്യനെ കൂടെ യാത്രയിൽ കൂടെ കൂട്ടിയിട്ട് അവരെയും കൂടി ഷെയ്പ്പ് ചെയ്യുക വേണ്ടത്. ഞാൻ പറയുന്നത് അർഹമന്നാസ്, ഈ റഹ്മത്ത് ആദ്യം വേണ്ടത് കുടുംബത്തിലാണ്. ഉദാഹരണത്തിന് ഈ കുപ്പി വെള്ളം വൈഫ് നമ്മളോട് പറയാണ്, നിങ്ങൾ ഇന്ന് നല്ലൊരു മജ്ലിസിലേക്കല്ലേ പോണത്, എനിക്ക് ഈ അടിവയറ് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത്, ഇതാരെ കൊണ്ടെങ്കിലും ഒന്ന് മന്ദിരിപ്പിക്കണേ. തങ്ങൾ കിട്ടിയിട്ടില്ല, ഉസ്താദിനെ കിട്ടിയില്ല എന്നൊന്നും പരാതി പറയരുത്, നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്ന ഒരാളെ കൊണ്ട് ഇങ്ങ് മന്ദിരിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങ് മന്ദിരിക്കണ്ടെന്നാണ്. കാരണം ഇങ്ങ് എത്ര മണിക്കാ സുബീക്ക് എണീക്കലെന്ന് എനിക്കറിയാമെന്ന്. ആദ്യം റാങ്ക് വാങ്ങേണ്ടത് വൈഫിൻ്റെ അടുത്തുനിന്നാണ്, നാട്ടുകാരുടെ അടുത്തൊന്നും സോണിൻ്റെ അടുത്തൊന്നല്ല. ആദ്യം നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ഭാര്യ പറയണം, ഭാര്യനെക്കുറിച്ച് ഭർത്താവ് പറയണം. ഇസ്ലാമിൻ്റെ കൺസേൺ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അയ്യുമംറഅത്തിൻ മാത്തത്ത് വസൗജുഹ റാളിൻ അൻഹാ ദഖലത്തിൽ ജന്ന. ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടിയ പെണ്ണാണെങ്കിൽ സ്വർഗത്തിൽ. മന്ദിരിക്കാൻ ഭർത്താവിൻ്റെ പൊരുത്തം കിട്ടിയ ഒരു സ്ത്രീ സ്വർഗത്തിൽ. അപ്പോൾ ഒരു പെണ്ണിൻ്റെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിൻ്റെ കയ്യിലെ. തിരിച്ചു നോക്കണേ, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. അപ്പോൾ ഒരു ആണിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് പെണ്ണിൻ്റെ കയ്യിൽ. ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. റഹ്മത്തുണ്ടാവണം കുട്ടികളോട്, നാട്ടുകാരോട്, എല്ലാവരോടും നമ്മൾ റഹ്മത്ത് കാണിക്കണം. അർഹമന്നാസ്. അടുത്തത്